ഹലോ ഗൈസ്, ട്രിപ്പിൻ സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ജഹാസ് മഹൽ. ലോധി രാജവംശത്തിൻ്റെ കാലം മുതൽ ജഹാസ് മഹൽ ഷിപ്പ് പാലസ് ആയി വിവർത്തനം ചെയ്യപ്പെടുന്നു. ദക്ഷിണ ഡൽഹിയിലെ മെഹ്റോളി പ്രദേശത്തുള്ള ഹൗസ് ഷംസിക്ക് അടുത്താണ് ജഹാസ് മഹൽ സ്ഥിതി ചെയ്യുന്നത്. വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു കപ്പൽ പോലെ പ്രതീക്ഷപ്പെട്ട ചുറ്റുമുള്ള ജലസംഭരണിയിൽ അതിൻ്റെ പ്രതിഫലനത്തിൽ നിന്നാണ് ഇതിന് ഈ പേര് ലഭിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഇറാൻ, ഇറാഖ്, അറേബ്യ, അഫ്ഗാനിസ്ഥാൻ, തുർക്കി, മൊറോക്കോ എന്നിവിടങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള ഒരു സത്രമായാണ് മഹൽ നിർമ്മിച്ചിരിക്കുന്നത്. കൊട്ടാരത്തിൻ്റെ ആകർഷണീയമായ സവിശേഷത അതിൻ്റെ 6 ചതുരാകൃതിയിലുള്ള ഛത്രികളാണ്. അവയിലെല്ലാം വ്യത്യസ്ത എണ്ണം തൂണുകളുമുണ്ട്. ഷംസി തലാബിൽ നിന്ന് അല്പം അകലെയുള്ള ജഹാസ് മഹൽ, അതായത് കപ്പൽ കൊട്ടാരം, ചരിത്രപരമായ വെള്ളത്തിന് മുകളിലൂടെ കപ്പൽ കയറാൻ തയ്യാറെടുക്കുന്നു. ലോധിയുടെ കാലത്ത് പണി കഴിപ്പിച്ച ഇത് നൂറ്റാണ്ടുകളുടെ ജീവിതത്തിലൂടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. നീണ്ട ചരിത്രത്തിൻ്റെ ഈ കൊട്ടാരം ആരാധനാലയമായും പ്രാദേശിക വിശുദ്ധൻ്റെ വസതിയായും യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്കുള്ള സത്രമായും ദില്ലി രാജകുടുംബത്തിൻ്റെ മഴക്കാല വിശ്രമ സ്ഥലമായും പ്രവർത്തിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ഇപ്പോൾ ജഹാസ് മഹൽ പഴയ കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുകയും പുതിയ ജീവിതത്തിൻ്റെ ഭവനവുമായാണ്. ഫൂൽ വാലോൺ കി സൈർ ഫോറസ്റ്റ് ഫെസ്റ്റിവൽ എല്ലാ വർഷവും നീണ്ട വേനൽക്കാല ദിനങ്ങളുടെ അവസാനത്തെ തുടർന്ന് ഉത്ഭവിക്കുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും സന്ദർശകരും ഉത്ഭവത്തിൻ്റെ ഘോഷയാത്രയെ മാർക്കറ്റ് സ്ട്രീറ്റിലൂടെ പിന്തുടരുന്നു. ജഹാസ് മഹലിന് സമീപം ഖവ്വാലി സംഗീതവും കഥക് നൃത്തവുമായി അവരുടെ ആഘോഷങ്ങൾ സമാപിക്കുന്നു. ഡൽഹിയിലെ ജഹാസ് മഹൽ കാണാൻ പോകാൻ വേണ്ടി ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ഛത്തർപൂർ യെല്ലോ ലൈൻ മെട്രോയും കുത്തബ്മിനാർ യെല്ലോ ലൈൻ മെട്രോയുമാണ്. ഡൽഹി കാണാൻ വരുന്നവർക്ക് ജഹാസ് മഹൽ അല്ലാതെ തന്നെ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളാണ് സന്ദർശിക്കാനുള്ളത്. പലരും അവയൊന്നും അറിയാതെ പോവുകയും ചെയ്യുന്നുണ്ട്.